ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രാഗീസ് മാത്സ് ഫോർ യു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 2 പോളിനോമിയൽസിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അതിലെ ഓൾജിബ്രൈക് ഐഡന്റിറ്റീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ 8th നിങ്ങളെ ഒരു 4 ഐഡന്റിറ്റീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് ഇവിടെയും ഈ 9th നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ കൂടുതൽ ഐഡന്റിറ്റീസ് നമ്മൾ പഠിക്കുന്നുണ്ട് ഇതില്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു 5 ഐഡന്റിറ്റീസ് നോക്കാം. ഈ 4 ഐഡന്റിറ്റീസ് നിങ്ങൾ 8th പഠിച്ചത് തന്നെയാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. Then second, x minus y whole square is equal to x square minus 2xy plus y square. Third, x plus y into x minus y equal x square minus y square. Then fourth, x plus a into x plus b equals x square plus a plus b into x plus ab. ഈ 4th ഐഡന്റിറ്റീസും നിങ്ങൾ 8th പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാലും ഇവിടെ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കത് ഒന്നും കൂടി ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഐഡന്റിറ്റിക്ക് 2 സൈഡ് ഉണ്ട്. അതായത് LHSഉം RHSഉം രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, അതായത് നമ്മള് ഇപ്പൊ LHS എന്താ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആണ്. അതിന്റെ എക്സ്പാൻഷൻ ആണ് RHS എന്ന് പറയുന്നത്. അതായത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ. ഇപ്പൊ നമ്മൾ ചെയ്ത് നോക്കിയാൽ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിന്റെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ. കാരണം എന്താ, നമ്മൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് എഴുതുന്ന പോലെ തന്നെ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇപ്പൊ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് എങ്ങനെ നമ്മൾ ചെയ്യാം? ഈ എക്സിനെ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു വൈ എക്സ് വൈ പ്ലസ് ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ എക്സ് വൈ ഇൻറ്റു എക്സ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ എക്സ് വൈ, ഇവിടെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പൊ 1 പ്ലസ് 1 2 പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ എന്താ കിട്ടിയത്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ കണ്ടപ്പോ നമുക്ക് കിട്ടിയത് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് ഐഡന്റിറ്റി. അപ്പൊ ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ഇത് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു രൂപത്തിൽ തന്നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിന് ചെയ്യാം. അപ്പൊ ഐഡന്റിറ്റി പഠിക്കുമ്പോ ആ 2 സൈഡും പഠിക്കണം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയറിന് തന്നെ നിങ്ങൾ അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഇപ്പൊ ക്വസ്റ്റ്യൻ വരുമ്പോ ഇപ്പൊ കുറെ ഐഡന്റിറ്റീസ് ഉണ്ട്. അപ്പൊ ഏത് ഐഡന്റിറ്റി ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളിത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ അതിന്റെ ഫോം എങ്ങനെയാ വരുന്നതെന്നുള്ളത്. അതുപോലെ തിരിച്ചുമുണ്ട്, എക്സ്പാൻഡഡ് ഫോം ഉണ്ട്, അതുപോലെ ഫാക്ടറൈസും വരുന്നുണ്ട്. അപ്പൊ 2 സൈഡ് നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പഠിച്ചു വെക്കുക, ഈ ഐഡന്റിറ്റീസ് എല്ലാം പഠിക്കുക. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ നോക്കുക ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ടാണ് നമുക്കത് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് ഐഡന്റിറ്റി ഇങ്ങനെയാണ്. അതേപോലെ തന്നെയാണ് അതിന്റെ ഒരു ചെറിയ വ്യത്യാസം. അതായത് ഇവിടെ പ്ലസ് ആണ്, നെക്സ്റ്റില് മൈനസ് ആണ്, നെഗറ്റീവ് ആണ്. അപ്പൊ മിഡിൽ ടേം നെഗറ്റീവ് വരും. എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളൂ, സൈൻ വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പ്ലസ് വന്നു കഴിഞ്ഞാൽ എല്ലാ ടേമും പ്ലസ് ആണ്, നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ മിഡിൽ ടേം നെഗറ്റീവ് ആണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. അടുത്തത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഇവിടെ പ്ലസ് മൈനസ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. 2 ടേംസേ ഉള്ളൂ. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അടുത്തതാണ് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. അപ്പൊ ഇവിടെ വരുന്നത് സം, അതായത് ഫസ്റ്റ് എക്സ് ആണ്. ഇപ്പൊ ഫസ്റ്റ് എക്സ് ആണ്, അതായത് ഫസ്റ്റ് ടേം എന്താണോ അതിന്റെ സ്ക്വയർ, ദെൻ എ പ്ലസ് ബി, അതായത് സം ആണ് എടുക്കുന്നത്, എയും ബിയും. രണ്ടാമത് വരുന്ന ടേംസിന്റെ സം ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് എ ബി, അതായത് പ്രോഡക്റ്റ് ആണ് എ ഇൻറ്റു ബി. ഓക്കെ, അത് ഓർത്ത് വെക്കുക. പിന്നെ ഇത് പുതിയത് ഇപ്പൊ പഠിക്കുന്നതാണ്. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഹോൾ സ്ക്വയർ ഈക്വൽസ് എക്സ് സ്ക്വയർ. അത് ഇവിടെ 3 ടേം ഉണ്ട്. ഇപ്പൊ ഇവിടെ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ 2 ടേമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ എന്താണ് 3 ടേം ഉണ്ട്. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. അപ്പൊ അതിന്റെ സ്ക്വയർ. അപ്പൊ ഇതേപോലെ തന്നെയാണ്, ഇത് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആണ്. അപ്പൊ 3 ടേം ഉള്ളത് കൊണ്ട് എന്താ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ
plus z square. Then 2 into xy. രണ്ട് ടേം എടുക്കും. 2 into xy plus 2 into yz plus 2 into xz. അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക, എന്നിട്ട് പഠിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാം. അടുത്തത് നമ്മളെ എക്സസൈസ് 2.5 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ? യൂസ് സ്യൂട്ടബിൾ ഐഡന്റിറ്റീസ് ടു ഫൈൻഡ് ദ ഫോളോയിങ് പ്രോഡക്ട്സ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താ? x+4 into x+10 ആണ്. സ്യൂട്ടബിൾ ഐഡന്റിറ്റി വെച്ചിട്ടാണ് നമുക്കത് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കണം ഏത് ഐഡന്റിറ്റി ആണ് ഇതിന് സ്യൂട്ട് ചെയ്യുന്നതെന്ന്. അപ്പൊ നമ്മള് ഐഡന്റിറ്റീസ് പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നോക്കാം x+4 into x+10. അപ്പൊ ഏതാണ് ഐഡന്റിറ്റി വരുന്നത്? x+a into x+b. അതെ. അപ്പൊ ഈ LHS എന്താണോ ആ ഫോമിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? RHS ആയിരിക്കും. x square plus a plus b into x plus ab. ഇവിടെ x എന്ന് പറയുന്നത് x തന്നെയാണ്. a എന്ന് പറയുന്നത് a എന്താ? a is equal to 4 ആണ്. b is equal to 10 ആണ്. x എന്ന് പറയുന്നത് x തന്നെയാണ്. അപ്പൊ നമ്മൾ നോക്കാം. എന്നിട്ട് നമ്മൾ ഈ ഐഡന്റിറ്റി എന്തായാലും എഴുതണം. ഓക്കെ. x+a into x+b equals x square plus a plus b into x plus ab. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അപ്പൊ എന്താ വരുന്നത്? x square ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് x square, then a plus b, അതായത് a plus b ക്ക് പകരം 4 plus 10 സം ആണ്. ഓക്കെ. into x plus ab 4 into 10. എന്താ? x square plus 10 plus 4 14x plus 40. അപ്പോൾ ഇതാണ് x+4 into x+10 എക്സ്പാൻഡഡ് ഫോം. ഓക്കെ. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ആണ് 3x plus 4 into 3x minus 5. ഇതും സെയിം ഐഡന്റിറ്റി ആണ്. x+a into x+b. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മൈനസ് ഉണ്ട്. അത് കുഴപ്പമില്ല, നമ്മളെ ഐഡന്റിറ്റിയില് പ്ലസ് ആണ്. പക്ഷെ നമ്മളിപ്പോ ക്വസ്റ്റ്യനില് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കണം. അപ്പൊ ഇവിടെ x എന്ന് പറയുന്നത് 3x ആണ്, a എന്ന് പറയുന്നത് 4 ആണ്, b ചെയ്യുമ്പോ -5. കാരണം നമ്മുടെ x+a into x+b ഇവിടെ പ്ലസ് ആണ്, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനില് നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് കൂടി എവിടെയാണ് നെഗറ്റീവ് വരുന്നത്? ഇപ്പൊ ഇവിടെ -4 ആണെങ്കിൽ എക്ക് -4 എന്ന് എടുക്കണം. ഓക്കെ. അപ്പൊ ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. x square, x എന്ന് പറയുന്നത് ഇവിടെ 3x ആണ്. അപ്പൊ 3x whole square plus a plus b 4 plus -5 into x 3x plus ab 4 into -5. Then 3x whole square, 3 square 9 ആണ്. അപ്പൊ 9x square plus 4 minus 5 minus 1 ആണ് വരിക. -1 into 3x minus 3x 4 into -5 -20. ഇതാണ് ഇതിന്റെ എക്സ്പാൻഷൻ വരുന്നത്. അടുത്തത് ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ ആണ് y square plus 3/2 into y square minus 3/2. അപ്പൊ ഇത് നോക്കാം, ഇവിടെ സെയിം തന്നെയാണ്, ഒരു സൈനിന്റെ ഡിഫറൻസ് ഉള്ളൂ. ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. അപ്പൊ അത് വരുന്നത് x plus y into x minus y ആണ്. അപ്പൊ ഐഡന്റിറ്റി ചെയ്താ x plus y into x minus y equals x square minus y square. ഇവിടെ x എന്ന് പറയുന്നത് y square ആണ് ആൻഡ് y എന്ന് പറയുന്നത് 3/2 ആണ്. അപ്പൊ എന്താ വരിക? y square whole square minus 3/2 whole square, x square minus y square, then y raised to 4 minus 3 square, 3/2 whole square 9/4. ഇതാണ് അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 3 minus 2x into 3 plus 2x. ഇത് സെയിം ഐഡന്റിറ്റി ആണ്. x minus y into x plus y. x എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 3 square minus 2x whole square. 3 square is equal to 9. 9 minus 4x square. അടുത്തത് എക്സസൈസ് 2.5 തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഫാക്ടറൈസ്. 9x square plus 6xy plus y square ആണ്.
അപ്പൊ ഫാക്ടറൈസ് ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഒരു എക്സ്പാൻഡഡ് ഫോം ആയിരിക്കും. അപ്പൊ നമ്മള് ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. അപ്പൊ ഏത് ഐഡന്റിറ്റി വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് നോക്കണം. അതിനെ നമ്മള് ഇതിന്റെ ഫസ്റ്റ് ടേം നോക്കാം. അപ്പോ 9x² ആണ്, അതൊരു സ്ക്വയർ ആണ് അല്ലെ. 9 എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ ആണ്. അപ്പൊ അതിനെ 3x² എഴുതാൻ പറ്റും. അതുപോലെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് y² ആണ്. അപ്പൊ നമുക്ക് അതിനെ y² എഴുതാം. അപ്പൊ ഇനി ഒരു ടേം ഉള്ളൂ. ഇതിനെയും കൂടി എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് ഐഡന്റിറ്റി ആണ്. ഇപ്പൊ തന്നെ നമുക്ക് ഒരുവിധം മനസ്സിലാവുണ്ടാവും ഏത് ഐഡന്റിറ്റി ആണ്. ഇവിടെ എല്ലാം പ്ലസ് ആണ്. അപ്പോ ഇതൊരു ഫോമിലായിരിക്കും x² പ്ലസ് 2xy പ്ലസ് y² എന്നുള്ള ഫോമിലാണ്. അപ്പോ ആ ഐഡന്റിറ്റി എഴുതാം. x² പ്ലസ് 2xy പ്ലസ് y² ഈക്വൽസ് നമുക്ക് എന്താ കിട്ടേണ്ടത്? x പ്ലസ് y ഹോൾ സ്ക്വയർ. ഇതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് അതിനെ ഏതാണെന്ന് നോക്കി. 9x² എന്നുള്ളത് 3xന്റെ സ്ക്വയർ, അതുപോലെ ലാസ്റ്റ് y² എന്നുള്ളത് yന്റെ സ്ക്വയർ ആണ്. ഇനി മിഡിൽ ടേമിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ എന്താ വരുന്നത്? 2xy എന്നാണ്. അപ്പൊ 2 ഇൻറ്റു x എന്താ? നമുക്ക് 3x ആണ്. അപ്പൊ 2 ഇൻറ്റു 3x, y എന്ന് പറയുന്നത് y തന്നെയാണ് ഇവിടെ. അപ്പൊ 2 ഇൻറ്റു 3x ഇൻറ്റു y. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇനി കമ്പയർ ചെയ്യുമ്പോൾ x² പ്ലസ് 2x പ്ലസ് y² എന്നുള്ള ഫോമിലാണ് ഇത്. നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതി. ഇനി അപ്പൊ എന്താ എഴുതേണ്ടത്? എക്സും y എന്ന് പറയുന്നത് x എന്ന് പറയുന്നത് 3x ആണ്. 3x പ്ലസ് y എന്ന് പറയുന്നത് y ആണ്. 3x പ്ലസ് y ഹോൾ സ്ക്വയർ ഇതാണ്. അല്ലെങ്കിൽ ഒന്നുകൂടി എഴുതാം. 3x പ്ലസ് y ഇൻറ്റു 3x പ്ലസ് y സെയിം. ഇതാണ് ഇതിന്റെ ഫാക്ടറൈസ് ഫോം ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 4y² മൈനസ് 4y പ്ലസ് 1. ഇവിടെ മിഡിൽ ടേം എന്ന് പറഞ്ഞത് നെഗറ്റീവ് ആണ്. അപ്പൊ നോക്കാം, നമുക്ക് ഇവിടെ എല്ലാം പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ നമ്മള് x² പ്ലസ് 2xy പ്ലസ് y² ആണ്. അപ്പൊ ഇവിടെ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് ഐഡന്റിറ്റി ആയിരിക്കും x² മൈനസ് 2xy പ്ലസ് y² ഈക്വൽസ് നമുക്ക് എന്താ കിട്ടേണ്ട? x മൈനസ് y ഹോൾ സ്ക്വയർ. അപ്പൊ ഫാക്ടറൈസ്ഡ് ആണ്. അപ്പൊ ഈ ഫോമാണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് ഫോം ആണെന്ന് നോക്കണം. അപ്പൊ ഐഡന്റിറ്റിയുടെ ആ ഇതായിരിക്കും നമുക്ക് ആ സൈഡായിരിക്കും. അടുത്ത സൈഡായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ ഇതിന് എന്തെന്ന് എഴുതാം? 4y ഹോൾ സ്ക്വയർ. അതിനെ 2y² എഴുതാം. ഓക്കെ. ലാസ്റ്റ് ടൈം എന്താ? 1 എന്ന് പറയുന്നത് 1ന്റെ സ്ക്വയർ തന്നെയാണ്. അപ്പൊ 1². അപ്പൊ നമുക്ക് എക്സും y ഇവിടുന്ന് കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ നിന്ന് കിട്ടും. 2y സ്ക്വയർ ആണ്. ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1ന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് കിട്ടി എക്സ് എന്ന് പറയുന്നത് 2y ആണ്, y എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ ഇവിടെ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ മൈനസ് 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 2y ആണ്, y എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 2 ഇൻറ്റു 2y ഇൻറ്റു 1. അപ്പൊ ഈ മിഡിൽ ടേം എഴുതാനായിരിക്കും നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും എഴുതാം. അപ്പൊ നമുക്ക് മിഡിൽ ടേം എഴുതാൻ എളുപ്പമായിരിക്കും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതായത് എക്സും വൈയും എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പൊ 2y മൈനസ് 1 ഹോൾ സ്ക്വയർ. ഓക്കെ. ഈ രൂപത്തിലാണ്. x² മൈനസ് 2xy പ്ലസ് y² എന്ന ഫോമിലാണ്. ഇതിനെ 2y മൈനസ് 1 ഇൻറ്റു 2y മൈനസ് 1. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ x² മൈനസ് y² ബൈ 100 ഫാക്ടറൈസ് ആണ്. അപ്പൊ അത് രണ്ട് ടേമേ ഉള്ളൂ. ഇത് എന്തിന്റെ സ്ക്വയർ ആണ്? മൈനസ്. അടുത്തതും സ്ക്വയർ ടേം ആണ്. അപ്പൊ വരുന്നത് x² മൈനസ് y² ഈക്വൽസ് x പ്ലസ് y ഇൻറ്റു x മൈനസ് y ആണ്. അപ്പൊ x² എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ക്വയർ ആണ്. അപ്പൊ x² മൈനസ് ഇത് എന്തിന്റെ സ്ക്വയർ ആണ് വരും? y² എന്ന് വെച്ചാൽ y² ആണ്. 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ന്റെ സ്ക്വയർ ആണ്. അപ്പൊ y ബൈ 10 ഹോൾ സ്ക്വയർ എന്നാണ് ഇതിനെ എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? x² മൈനസ് y² എന്ന് പറയുന്ന ഫോമിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതേണ്ടത് x പ്ലസ് y ഇൻറ്റു x മൈനസ് y ആണ്. x എന്ന് പറയുന്നത് x ആണ്, y എന്ന് പറയുന്നത് y ബൈ 10 ആണ്. അപ്പൊ x പ്ലസ് y ബൈ 10 ഇൻറ്റു x മൈനസ് y ബൈ 10. അടുത്ത
അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. അതെന്താണ്? എക്സ്പാൻഡ് ആണ്. അപ്പൊ എക്സ്പാൻഡ് എക്സ് പ്ലസ് 2y പ്ലസ് 4z ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ നോക്കുക, ഇവിടെ 3 ടേം ഉണ്ട്, ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഒരേ ഒരു ഐഡന്റിറ്റി ഉള്ളൂ, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഹോൾ സ്ക്വയർ ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 2yz പ്ലസ് 2xz എന്ന ഐഡന്റിറ്റി ആണ് യൂസ് ചെയ്യേണ്ടത്. ഇതിന്റെ ഈ LHS ആണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ്, വലിയ ഫോമിലാണ് നമുക്ക് ഇത് കിട്ടേണ്ടത്. അപ്പൊ നോക്കുക, ഇവിടെ എക്സിന് പകരം എക്സ് തന്നെയാണ്, വൈ എന്താണ്? 2y ആണ്. എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്, വൈ എന്ന് പറയുന്നത് 2y ആണ്, സെഡ് എന്ന് പറയുന്നത് 4z ആണ്. അപ്പൊ ഫസ്റ്റ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ 2y ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് 4z ഹോൾ സ്ക്വയർ പ്ലസ് 2xy 2 into x into y x into 2y പ്ലസ് 2yz. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. 2yz 2 into y എന്ന് പറയുന്നത് 2y ആണ്, z എന്ന് പറയുന്നത് 4z ആണ്. അടുത്തത് പ്ലസ് 2xz 2 into x into z എന്ന് പറയുന്നത് 4z ആണ്, 2 into x into 4z. ഇതിന് എക്സ് സ്ക്വയർ സ്ക്വയർ കാണാം. 2y ഹോൾ സ്ക്വയർ 4y സ്ക്വയർ പ്ലസ് 4z സ്ക്വയർ 16z സ്ക്വയർ പ്ലസ് 2 into 2 4xy പ്ലസ് 2 into 2 4 4s are 16yz പ്ലസ് 2 into 4 8xz. ഇതാണ് ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2x minus y plus z ഹോൾ സ്ക്വയർ. ഇതും സെയിം ഐഡന്റിറ്റി തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഒന്ന് മൈനസ് ഉണ്ട്, അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഐഡന്റിറ്റിയിൽ എല്ലാം പ്ലസ് ആണ്. അപ്പൊ നമ്മള് ക്വസ്റ്റ്യനിൽ മൈനസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ മൈനസും കൂടി എടുക്കണം. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 2x, y എന്ന് പറയുന്നത് മൈനസ് y ആണ്, z എന്ന് പറയുന്നത് z തന്നെയാണ് ഇവിടെ. അപ്പൊ എക്സ് സ്ക്വയർ 2x ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് y ഹോൾ സ്ക്വയർ പ്ലസ് z സ്ക്വയർ പ്ലസ് 2 into 2x into minus y പ്ലസ് 2 into minus y into z plus 2 into 2x into z. 2x square 4x square plus y square plus z square. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, അപ്പോ നെഗറ്റീവ് 2 into 2 4xy. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് 2yz പ്ലസ് 2 into 2 4xz. ഇതാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് വൺ ആണ് ഞാൻ ചെയ്യുന്നത്. 6th ക്വസ്റ്റ്യൻ 1/4a മൈനസ് 1/2b പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇവിടെ x എന്ന് പറയുന്നത് 1/4a, y എന്ന് പറയുന്നത് മൈനസ് 1/2b, z is equal to 1 ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. x square 1/4a whole square plus y square minus 1/2b whole square plus z square 1 square plus 2xy 2 into 1/4a into minus 1/2b plus 2yz 2 into minus 1/2b into 1 plus 2 into 1/4a into 1. 1/4a square 1/16a square plus ഇവിടെ നെഗറ്റീവ് ഉണ്ട് പക്ഷെ സ്ക്വയർ ആണ്, അതുകൊണ്ട് പ്ലസ് ആവും. 1/4b square plus 1. ഇവിടെ ഈ 2 ആയിട്ട് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ 4 ആയിട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ പ്ലസ് ഇവിടെ നെഗറ്റീവ് ആണ്, അപ്പൊ ഇവിടെ നെഗറ്റീവ് വരും. നെഗറ്റീവ് 1/4ab, ഇവിടെ ഒരു b ഉണ്ട്, a into b
ഇവിടെ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ഈ 2 ക്യാൻസൽ ആയി, പിന്നെ ഇവിടെ ബി മാത്രമേ ഉള്ളൂ, ബി ഇൻറ്റു 1 നെഗറ്റീവ് ബി വരും, ഇവിടെ 2 4 ക്യാൻസൽ ആവും 2 ടൈംസ്, അപ്പോൾ പ്ലസ് 1/2 എ. 2.5 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. അത് ഫാക്ടറൈസ് ആണ്. ഫാക്ടറൈസ് തരുമ്പോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നോക്കിയിട്ട് വേണം. എക്സ്പാൻഷൻ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ ഈ ഒരു ഫോർമുല ആയിരിക്കും x+y+z², ആ ഫോർമുല ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഐഡന്റിറ്റി ആണ്. അപ്പൊ ഫാക്ടറൈസ് തരുമ്പോഴും ഏത് ഐഡന്റിറ്റി ആണെന്ന് മനസ്സിലാക്കണം. അപ്പൊ നോക്കാം, നമ്മൾ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നല്ലോണം നോക്കണം. ഇവിടെ നോക്കിയേ, ഈ 3 ടേമും സ്ക്വയർ ടേം ആണ്, പിന്നെ ഒരു 3 ടേംസ്. അപ്പൊ ഇത് ഈ ഒരു ഐഡന്റിറ്റി ആണ് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒക്കെ മൈനസ് ഉണ്ട്, അത് പ്രശ്നമില്ല, കാരണം നമുക്ക് ഇവിടെ ഏതെങ്കിലും ടേമില് മൈനസ് വരും. അപ്പൊ നമുക്ക് ഇതിനെ എഴുതുമ്പോ എപ്പോഴും ഈ സൈഡാണ് നമുക്ക് എക്സ്പാൻഡഡ് ഫോം ആയിരിക്കും നമുക്ക് എടുക്കുന്നത്, x² + y² + z². അപ്പൊ എക്സും വൈയും സെറ്റും ആദ്യം നമ്മൾ കണ്ടുപിടിക്കാം. അതായത് ഇപ്പൊ 4x ഇത് എന്തിന്റെ സ്ക്വയർ ആണെന്ന് നോക്കാം. അപ്പൊ 4x² നമുക്ക് എങ്ങനെ എഴുതാം, 2x² എന്ന് എഴുതാം. അതുപോലെ 9y² എന്നുള്ളതിന് 3y² എന്ന് എഴുതാം, പ്ലസ് 16z² 4z² എന്ന് എഴുതാം, പ്ലസ്. ഓക്കെ, പക്ഷെ ഇവിടെ ഇപ്പൊ ഈ 2 ഇതില് നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അതിൽ കോമൺ ആയിട്ട് ഏതാണ് വരുന്നത്. ഇവിടെ സെറ്റ് ആണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പോ സെറ്റിന്റെ ടേമിലായിരിക്കും നെഗറ്റീവ് വരുന്നത്. അപ്പൊ ഇവിടെ നെഗറ്റീവ് കൊടുക്കാം. അപ്പൊ ആ 2 ടേമിൽ ഏത് വാരിയബിൾ ആണ് അല്ലെങ്കിൽ ഏത് ടേം ആണ് അവിടെ നെഗറ്റീവ് വരുന്നത്, അതിൽ കോമൺ ആയിട്ടുള്ള ഏതാണോ നോക്കാം. അപ്പൊ ഇവിടെ സെറ്റ് ഉള്ളത് ഇവിടെയാണ്, അപ്പോൾ ഇവിടെ ആയിരിക്കും നെഗറ്റീവ് വരുന്നത്. അതൊരു ക്ലൂ ആണ്. പിന്നെ അടുത്തത് ഇനിയിപ്പോ x² y² + z² എന്ന് കിട്ടി. അടുത്തത് വരുന്നത് 2xy ആണ്. അപ്പൊ 2 ഇൻറ്റു നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി. എക്സ് നമുക്ക് അറിയാം, എന്താ അവിടെ 2x ആണ്. അപ്പൊ 2 ഇൻറ്റു 2x ഇൻറ്റു y എന്ന് പറയുന്നത് 3y ആണ്. നമ്മൾ ചെയ്ത് നോക്കാം. 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 3 12, 12xy എന്ന് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഈ x, y, z കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എഴുതാൻ എളുപ്പമാണ്. ഓക്കെ, പ്ലസ് അടുത്തത് 2 ഇൻറ്റു yz ആണ്. അപ്പൊ 2 ഇൻറ്റു y എന്ന് പറയുന്നത് 3y ആണ്. z എന്ന് പറയുന്നത് -4z ആണ്. നോക്കാം, 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 4 24, -24yz എന്ന് വന്നു. അതുപോലെ അടുത്തത് മൈനസ് വരും, പ്ലസ് 2xz ആണ്. 2 ഇൻറ്റു x എന്ന് പറയുന്നത് 2x ആണ്, z എന്ന് പറയുന്നത് -4z ആണ്. അപ്പൊ നമുക്ക് ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് x, y, z എന്ന് കിട്ടി. അപ്പൊ ഇതിങ്ങനെ എഴുതിയാൽ മതി, 2x + 3y - 4z². ഇതാണ് ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതൊന്നും കൂടി വേണമെങ്കിൽ എഴുതാം, 2x + 3y - 4z ഇൻറ്റു 2x. ഇങ്ങനെ എഴുതാം, 2x + 3y ഇൻറ്റു 3y - 4z ഇൻറ്റു 2x + 3y - 4z. നമ്മള് ഇതിനൊന്നും കൂടി സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് മാത്രം, ഫാക്ടറൈസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2x² + y² + 8z² - 2√2xy + 4√2yz - 8xz. ഇപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. പക്ഷെ ഇത് ഏതിന്റെ സ്ക്വയർ ആണ് നോക്കുക. ഫസ്റ്റത്തെ 3 ടേംസ് ഏതിന്റെ സ്ക്വയർ ആണെന്ന് നോക്കാം നമ്മള്. അപ്പൊ 2x², 2 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ നമ്പർ അല്ല, 4 ഒക്കെ ആണെങ്കിലാണ്. പക്ഷെ നമുക്ക് 2നെ √2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഫസ്റ്റ് ടേമിന് നമുക്ക് √2x² എന്ന് എഴുതാം, കാരണം √2 ഇൻറ്റു √2 2 ആണ്. ഓക്കെ, പ്ലസ് y എന്ന് പറയുന്നത് y² എന്ന് പറഞ്ഞാൽ y-ന്റെ സ്ക്വയർ, പ്ലസ് 8 എന്ന് പറയുന്നതും ഒരു സ്ക്വയർ നമ്പർ അല്ല. അപ്പൊ 8നെ നമ്മളിവിടെ 8നെ നമുക്ക് 2√2ന്റെ സ്ക്വയർ ആണ് 8 എന്ന് വരുന്നത്, കാരണം 2² 4, √2ന്റെ സ്ക്വയർ 2 ആണ്. അപ്പൊ 4 2s are 8. അപ്പൊ 2√2ന്റെ സ്ക്വയർ ആണ് 8 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ 2√2z² എന്ന് എഴുതാം.
ഓക്കെ, ഇവിടെ ഈ രണ്ട് ടേമിലാണ് നെഗറ്റീവ് വരുന്നത്. അപ്പൊ അവിടെ കോമൺ ആയിട്ടുള്ളത് നോക്കാം. ഇവിടെ എക്സ് വൈ ആണ്, ഇവിടെ എക്സ് സെഡ് ആണ്. അപ്പൊ എക്സ് ആണ് രണ്ടിലും കോമൺ. അപ്പൊ ഇവിടെ എക്സിനായിരിക്കും നെഗറ്റീവ് വരുന്നത്, എക്സ് ടേമിന് നെഗറ്റീവ് വരും. ഓക്കെ, അപ്പൊ പ്ലസ് 2 ഇൻറ്റു അടുത്തത് വരുന്നത് എക്സ് വൈ ആണ്. അപ്പൊ 2 ഇൻറ്റു √2 നെഗറ്റീവ് √2 എക്സ് ഇൻറ്റു വൈ പ്ലസ് 2y സെറ്റ് 2 ഇൻറ്റു y എന്ന് പറയുന്നത് y തന്നെയാണ്, സെറ്റ് 2√2 സെറ്റ് മൈനസ് 2x സെറ്റ് 2 ഇൻറ്റു മൈനസ് √2x ഇൻറ്റു 2√2 സെറ്റ്. അപ്പൊ നമുക്ക് ഈ ഫോമിലായി. ഇനി ഈ ഫോമിൽ എഴുതണ്ടു. അപ്പൊ എന്താ വരുന്ന ഫസ്റ്റത്തെ 3 ടൈംസ് എടുത്താൽ മതി. മൈനസ് √2x പ്ലസ് y പ്ലസ് 2√2 സെറ്റ് ഹോൾ സ്ക്വയർ. ഇതിന്റെ എക്സ്പാൻഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ ഇങ്ങനെ എഴുതാം, മൈനസ് √2x പ്ലസ് y പ്ലസ് 2√2 സെറ്റ് ഇൻറ്റു മൈനസ് √2x പ്ലസ് y പ്ലസ് 2√2 സെറ്റ്.